ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 മില്യൺ ഷീറ്റ്സ്. അപ്പൊ നമ്മുടെ ആർട്ട് ക്ലാസ്സിന്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇപ്പൊ ഇത്. നമ്മൾ അത്യാവശ്യം ഇപ്പൊ ബേസിക്സും അതുപോലെ സീനറീസ് ഒക്കെ വരച്ച് പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഹ്യൂമൻ ഫിഗേഴ്സ് എങ്ങനെയാണ് വരയ്ക്കാന്നാണ് പഠിക്കാൻ പോണത്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഒരു റേഷ്യോ ഉണ്ട്, ഓരോ പാർട്സിന് എത്ര പോർഷൻ ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് പോസ്റ്ററിലുള്ള ഒരു ബോഡി വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോക്ക് പോവാം. അതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ഇടുന്നതൊക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട വീഡിയോസ് അല്ല, ഫോട്ടോസ് കുറെ പേരൊക്കെ വരച്ച് നോക്കിയെന്നറിയാം. കുറെ പേർക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് കമ്മ്യൂണിറ്റി ടാബ് എങ്ങനെയാണ് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂട്യൂബാണ് എടുത്തേക്കണേ. യൂട്യൂബ് എടുത്തിട്ട് സെർച്ചിൽ 1 മില്യൺ ഷെയ്ഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇങ്ങനെ വരും. അതിനകത്ത് ഈ ഓപ്ഷനിൽ ആ ഫോട്ടോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ മുകളിൽ ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി കണ്ട, അതിൽ കമ്മ്യൂണിറ്റി എടുക്കുക. അപ്പോൾ ഇതാണ് കമ്മ്യൂണിറ്റി ടാബ്. ഇവിടെ ഞാൻ കണ്ട ഫോട്ടോസ് കുറേ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വരച്ച് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വരച്ച് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി ടാബ് എടുക്കുക. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഹ്യൂമൻ ബോഡി വരയ്ക്കാനായിട്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ അതിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 8 ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങളാക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഒരു പാർട്ടാണ് ഹെഡ്, നമ്മുടെ തലയുടെ പോർഷൻ വരുന്നതാണ്. അതിൽ ഒരു പോർഷനാണ് തലയുടെ പോർഷനായിട്ട് വരാം. പിന്നെ ബാക്കി ഉള്ള പോർഷൻ, ബാക്കി രണ്ടാമത്തെ പീസിൽ നിന്ന് അതിൻ്റെ 1/4 പോർഷനാണ് കഴുത്തിൻ്റെ പോർഷനായിട്ട് വരാം. അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഷോൾഡർ എന്ന് വെച്ചാൽ തലയുടെ ഇരട്ടിയായിരിക്കും. ഇപ്പം നമ്മൾ എത്രയാണോ തല വരച്ച് അതിൻ്റെ വിഡ്ത്തിൻ്റെ ഇരട്ടിയായിരിക്കും ആ ഷോൾഡർ. അതിൽ പിന്നെ അരക്കെട്ടിൻ്റെ ഭാഗം ആ ഷോൾഡറിൻ്റെ പകുതി, മീൻസ് തലയുടെ ഓൾമോസ്റ്റ് ആ ഒരു മെഷറിന്. പിന്നെ നെക്സ്റ്റ് വരണ പോർഷനും ഡബിൾ, ആ തലയുടെ ഡബിളായിട്ടുള്ള ഒരു മെഷർ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കാം. നെക്സ്റ്റ് നമുക്ക് കാലാണ്. കാലിൽ 4 നമ്മൾ 8 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പോർഷൻ നമ്മുടെ കാലിനാണ്. അപ്പോൾ 2 പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിർത്താം. അവിടെ നമ്മുടെ മുട്ടിൻ്റെ പോർഷൻ വരെ വരും. അപ്പോൾ അവിടെ ഒരു ജോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കി കാലിൻ്റെ പോർഷൻസ്, ബാക്കി താഴത്തേക്കുള്ള പോർഷൻ ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ഹ്യൂമൻ ബോഡിയുടെ പ്രൊപ്പോർഷൻ. ഇനി കൈയും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. കൈയിൻ്റെ അവിടെയും ആ കാലിൻ്റെ അവിടെ മുട്ടിൻ്റെ അവിടെ ജോയിന്റ് ചെയ്ത പോലെ കൈയിൻ്റെ അവിടെ ജോയിന്റ് ചെയ്യുക. പിന്നെ ഈ അരക്കെട്ടിൻ്റെ അവിടം വരെയാണ് നമ്മുടെ മുട്ടിൻ്റെ അളവ് വരാം. അപ്പോൾ അവിടെ മുട്ടിൻ്റെ ആ ജോയിന്റ് നേരത്തെ വരച്ച പോലെ വരയ്ക്കാം. പിന്നെ അതിനുശേഷം താഴത്തേക്കുള്ള പോർഷനും വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ പിക്കിൽ വരച്ചേക്കണതാണ് ഒരു ഹ്യൂമൻ ബോഡിയുടെ പ്രൊപ്പോർഷനായിട്ട് വരാം. നിങ്ങൾ ഏത് പിക്ക് വരയ്ക്കുകയാണെങ്കിലും ഈ പ്രൊപ്പോർഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ വെച്ച് വരയ്ക്കണം. നിങ്ങൾക്ക് എല്ലാ പിക്കും നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം. ചിലവർ വരയ്ക്കുമ്പോൾ ആ ഒരു ഭംഗി വരില്ല, കാരണം അത് ഈ പ്രൊപ്പോർഷൻസ് തെറ്റണോണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടായിരുന്ന പിക്കാണ്. ആ പിക്കൊന്ന് നമുക്ക് വരച്ച് നോക്കി നോക്കാം. ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അത് 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹെഡിൻ്റെ പോർഷൻ, അത് മുടിനെ കെട്ടി വെച്ചേക്കണ പോലെ, അപ്പം അത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം ഇനി നമുക്ക് കഴുത്തിൻ്റെ പോർഷൻ വരയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ 1/4, ആ ഒരു കഷ്ണത്തിൻ്റെ 1/4 അല്ലെങ്കിൽ തലയുടെ വലിപ്പത്തിൻ്റെ 1/4 പോർഷനാണ് കഴുത്തിൻ്റെ അളവ്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി ബാക്കി പോർഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ ആ ഹ്യൂമൻ ബോഡിയുടെ പ്രൊപ്പോർഷൻസ് പറഞ്ഞല്ലോ, അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കും. ഇപ്പം നമുക്ക് ഈ പിക്ക് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നേരെ നിൽക്കുന്ന പിക്കാണ്. ഇനി ബാക്കി ഇങ്ങനെ വേറെ പൊസിഷൻസിലൊക്കെ കയ്യും കാലൊക്കെ വേറെ പൊസിഷൻസിലൊക്കെ ആയിട്ടുള്ള പിക്കുകൾ വേറെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അതെങ്ങനെയാണ് ചെയ്യാന്ന് പറയാം. അത് ഏകദേശം ഈ മെത്തേഡ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ സ്കെൽട്ടൻ വരയ്ക്കില്ല. ഇപ്പം നമ്മൾ സ്കെൽട്ടൻ വരച്ചത് എങ്ങനെയാണോ നിൽക്കണേ ആ ഷേപ്പിനനുസരിച്ച് സ്കെൽട്ടൻ വരയ്ക്കണം. അത് മാത്രമുള്ള വ്യത്യാസം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ ഷേപ്പിൽ പല പൊസിഷനിൽ നിൽക്കുന്ന ഫോട്ടോസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നേരെ നിൽക്കുന്ന ഫോട്ടോസ് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള പിക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പറയാം. കുറച്ച് പേർക്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരു തെറ്റെന്ന് വെച്ചാൽ ഇതുപോലെ പ്രൊപ്പോർഷൻസിൻ്റെ തെറ്റുകളാണ് കണ്ടത്. അപ്പോൾ പ്രൊപ്പോർഷൻസ് റെഡി ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പും
ആ ഒരു ഭംഗിയും വരും പിക്കിന്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ സ്കെലട്ടൺ വരച്ചെടുത്തിട്ട് പിന്നെ ബാക്കി അതുമ്മ ആ ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ സാരി ആണെങ്കിൽ സാരിയുടെ ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ ഈ ഷേപ്പ് നിങ്ങൾ സ്കെലട്ടൺ നമ്മൾ ആദ്യം തന്നെ വരച്ചെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ബാക്കി ഏത് ഷേപ്പും വരച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഹ്യൂമൻസിന് എന്തായാലും വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പല പൊസിഷൻസിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇമാജിനേഷനായിരിക്കും വരയ്ക്കേണ്ടി വരാം. നമുക്ക് നോക്കി വരയ്ക്കാൻ പിക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സ്കെൽട്ടൺ വെച്ചിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാം. ഏത് പൊസിഷനിൽ നിൽക്കുന്നതായാലും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കെൽട്ടൺ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഹ്യൂമൻ ഫിഗേഴ്സ് വരച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ബോഡിയുടെ ബാക്കി പോർഷൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷേപ്പ് വരച്ച് വെച്ചുകൊണ്ട് ഇനി ബാക്കി പോർഷൻ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ ബ്ലൗസും പിന്നെ സാരിയുടെ ഞെറിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്കെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അധികം ഷെയ്ഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ഇല്ല, സ്കെച്ചിങ് ആണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷേപ്പ് കൈയൊക്കെ വരച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ആ ഷേപ്പും ഒന്ന് കറക്റ്റ് ആ കൈയിൻ്റെ ഷേപ്പ് ഒന്ന് ബിൽഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ സാരിയുടെ ഞെറികളൊക്കെ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ വരച്ചെടുക്കുക. പിന്നെ ബാക്കി പോർഷൻസ് ഇതുപോലെ തന്നെ ആ പിക്കിൽ നോക്കിയിട്ട് എങ്ങനെയാണോ സാരി കിടക്കണത് നമ്മൾ ആ വരച്ച ഷേപ്പും കൂടെ ബിൽഡ് ചെയ്തെടുത്താൽ മതി. ആ ഷേപ്പ് തെറ്റിപ്പോവരുത്. പിന്നെ സാരിയുടെ ഞെറിയൊക്കെ ഇങ്ങനെ പുറത്തേക്കാണ് കിടക്കണത്. അപ്പം അതിൽ നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. പിന്നെ ബാക്കി കാലിൻ്റെ പോർഷനൊക്കെ മീൻസ് ആ നമ്മൾ വരച്ച ഷേപ്പിൻ്റെ അതുമ്മക്കൂടെ തന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ വരച്ചെടുക്കുക ബാക്കി പോർഷൻസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്കിനി വാട്ടർ കളറോ അല്ലെങ്കിൽ ഓയിൽ പേസ്റ്റൽസ് കളറിങ് വീഡിയോസിലേക്ക് ഇനി കടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലവർക്ക് പെൻസിൽ ഡ്രോയിങ്ങിനൊക്കെ കളറിങ് ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ കളറിങ്ങിൻ്റെ സീരീസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. കളറിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ കളറിങ് ചെയ്ത് പഠിക്കാമല്ലോ. പിന്നെ അപ്പോൾ അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.